ചെൽസി എന്ന പ്രീമിയർ ലീഗിലെ പ്രധാനപ്പെട്ട ക്ലബ്ബ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവേശവും അഭിമാനവുമാണ്. ചെൽസിയുടെ കളി ഉറക്കം എണീറ്റിരുന്ന് കാണുന്നവരാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അധികവും. ഒരുപക്ഷെ പ്രീമിയർ ലീഗ് കേരളത്തിൽ സ്ഥിരമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർ ഏറ്റവും കുറഞ്ഞത് 1 കോടിയെങ്കിലും വരും. ഇതിനെ സംബന്ധിച്ച് ചെൽസിക്ക് എത്രത്തോളം അവയർനെസ് ഉണ്ട് എന്നറിഞ്ഞുകൂടാ. എങ്കിലും ആ ചെൽസിയിൽ ഒരു മലയാളിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ആരാധകർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പേർക്കും, വിശേഷിച്ച് ഫുട്ബോൾ ആരാധകർക്ക് അങ്ങേയറ്റം അഭിമാനമുള്ള ഒരു കാര്യമാണ്. എന്താണ് താങ്കൾ ചെൽസിയിൽ ചെയ്യുന്നത്? ചെൽസിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു വെൽനസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ്. ഞാൻ അവിടെ ബേസിക്കലി ഞാൻ ചെയ്യിക്കുന്നത് അവെയർനെസ് ചെയ്യിക്കും, ആളുകളെ എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് ചെയ്യിക്കും, പിന്നെ ലാസ്റ്റിലേക്ക് അത് വിക്ടറിയിലേക്ക് കൊണ്ടുവരും. ഇത് ഒരു സ്റ്റെപ്പാണ്. നമ്മളറിയണം. സോ പ്ലെയർ ആയാലും മനുഷ്യനായാലും നമ്മളെ അറിയണം. സോ നമ്മളെ അറിയിക്കാൻ വേണ്ടി യു നീഡ് ടു അവെയർ ഓഫ് ദ തിങ്സ്. സോ അവെയർനെസ് ചെയ്യിപ്പിക്കണം. ആ അവെയർനെസ് ഒരു പ്രാവശ്യം അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫോക്കസിലേക്ക് കൊണ്ടുവരാം. ഫോക്കസിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ലാസ്റ്റ് പീക്ക് പെർഫോമൻസ് വരുള്ളൂ. എത്ര സ്കില്ലുണ്ടെങ്കിലും, എത്ര ടാക്ടിക്സ് ഉണ്ടെങ്കിലും, എത്ര കേപ്പബിൾ ആണെങ്കിലും, ആ ലാസ്റ്റ് ക്രീം ഈസ് ദ കോൺസെൻട്രേഷൻ, ദ ഫോക്കസ്, ദ ടൈമിങ്. അതാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അത് ഈ ടെക്നിക്കൽ വാക്കുകളെല്ലാം ഒരിക്കൽ കൂടെ ഒന്ന് വിശദീകരിക്കാമോ? മനുഷ്യനെ അറിയണം. നമ്മുടെ നാട്ടിൽ പറയണം, മനുഷ്യനെ അറിയണമെന്ന് നമ്മൾ പറയും. നമ്മളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അറിയാൻ പറ്റുള്ളൂ. ഈ സ്പോർട്സിൽ വരുമ്പോഴും നമുക്ക് നമ്മളെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ കംപ്ലീറ്റ് പെർഫോമൻസ് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പദം ശരിക്കും ഇല്ല. നമ്മുടെ ഒരു മോഡേൺ സ്റ്റൈലാണ് നമ്മൾ പറയുന്നത്. ഐ ആം സ്ട്രെസ്സാണ്. സ്ട്രെസ്സല്ല, നമ്മളെങ്ങനെ ഒരു കാര്യത്തെ കാണുന്നു, നമ്മളെങ്ങനെ അതിനെ ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കളിയിൽ നമ്മൾ എത്ര പ്രഷർ എടുക്കണം, ആ പ്രഷർ എത്ര ഈസി ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ അവെയർനെസ്, നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെലിവറി ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ 100% നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാനസികമായ കോൺസെൻട്രേഷൻ, മാനസികമായ പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരു പീക്ക് പെർഫോമൻസിൽ, എലീറ്റ് സ്പോർട്സിൽ. ഇപ്പം നമ്മൾ സാധാരണ കളിക്കുമ്പോൾ ഒരു ഫിസിക്കലി കുറച്ച് സ്കില്ലും കുറച്ച് ടാക്ടിക്സും കുറച്ച് സ്ട്രോങ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ എലീറ്റ് സ്പോർട്സിലേക്ക് വരുമ്പോഴും ആ ലാസ്റ്റ് ബിറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അപ്പോൾ അവെയർനെസ്, നമ്മുടെ ശരീരത്തെ അറിയണം, നമ്മുടെ മനസ്സിനെ അറിയണം, നമ്മുടെ ആത്മാവിനെ അറിയണം. ആത്മാവെന്നുള്ളൊരു ചിന്താഗതി ഞാൻ അവിടെ ഉപയോഗിക്കാറില്ല. കാരണം അതൊരു ചിലപ്പോൾ അവർക്ക് പറഞ്ഞത് മനസ്സിലാവില്ല. നമ്മുടെ ആത്മീയമായ ഒരു അപ്രോച്ച് അവർക്ക് അത്രത്തോളം എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അത് എന്നിലുണ്ട്. അപ്പോൾ ഞാനത് വേറെ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ആരാണോ, ഏത് പ്ലെയറാണോ, ഏത് വേൾഡ് ലീഡറാണോ, ഏത് ലീഡറാണോ നോക്കിയിട്ട് വേണം നമുക്കത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. സോ എല്ലാ വർക്കിലും തുടങ്ങുന്നത് പല രീതിയിലായിരിക്കും. ഇങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു വർക്ക് തുടങ്ങുന്നത്. എനിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ വർക്ക് തുടങ്ങാനായിട്ട്. പക്ഷേ എൻ്റെ സ്റ്റുഡിയോയിൽ നിന്നോ എൻ്റെ ഓഫീസിൽ നിന്നോ ആൾ പുറത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ വർക്ക് നടത്തിയിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നോർമലി എനിക്കൊരു 45 minutes to 50 minutes ആണ് ഒരു പ്ലെയറായിട്ട് എനിക്ക് എൻ്റെ കൈ കിട്ടാറ്. അപ്പോൾ അവർ വരുന്നത് ചിലപ്പോൾ മാച്ചിൻ്റെ മുമ്പായിരിക്കും, അല്ലെങ്കിൽ മാച്ചിൻ്റെ പിൻപായിരിക്കും. അപ്പോൾ ആ ഒരു വീക്കിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഓരോ പ്ലെയറും ഓരോ ടൈമിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ പ്ലെയർ വന്ന ഇമോഷണൽ സ്റ്റേറ്റ്, മാനസിക അവസ്ഥ, അത് എങ്ങനെയാണെന്ന് അത് ആദ്യം മനസ്സിലാക്കണം. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ പാരമ്പര്യവും എൻ്റെ അനുഭവങ്ങളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു ക്വാളിറ്റി നമുക്കത് വേണ്ടത് മനുഷ്യനെ മനസ്സിലാക്കാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് വർക്ക് ചെയ്യണം. ഈ താങ്കളുടെ മുമ്പ് കിട്ടുന്ന ആളുകളിലൊക്കെ തന്നെ ലോകം മുഴുവനും അറിയുന്നതാണ്. ഉദാഹരണത്തിന് ദ്രോഗ്ബ, നേരത്തെ ഇവിടെ പറഞ്ഞ ഡേവിഡ് ലൂയിസ്, ഹസാർഡ്, ഇതൊക്കെ തന്നെ ലോകത്തെ മുഴുവൻ പേർക്കും അറിയാവുന്ന കളിക്കാരാണ്.
അവർക്കും അവരുടെ നിലയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ താങ്കളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അത് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ എന്തെങ്കിലും പ്രയാസം നേരിടാറുണ്ടോ? എങ്ങനെയാണ് അല്ലെങ്കിൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കുന്നത്? ഒരു പ്ലെയറെ ഞാൻ ആദ്യം ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യാറില്ല. ആദ്യം ഞാൻ നോർമലി ഒരു ഫ്രണ്ടായിട്ട് ഡീൽ ചെയ്യുള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ സെഷൻ ഞാൻ ആരെങ്കിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിങ് സെഷനിലേക്ക് പോകാറില്ല. ഫസ്റ്റ് എന്താ അവരുടെ കോൺഫിഡൻസ് ഇത് ചെയ്യണം. അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-3 ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിച്ച് ഹലോ ഹായ്, പിന്നെ നോർമലി വി വിൽ ഹാവ് എ ചാറ്റ്, വിൽ ഹാവ് എ ഡിന്നർ, ലഞ്ച് ഇൻ ദ ട്രെയിനിങ് ഗ്രൗണ്ട്. സോ ഞാൻ എന്നെ മനസ്സിലാക്കാനും ഞാൻ അവരെ മനസ്സിലാക്കാനും കുറച്ച് ഗ്യാപ്പ് കൊടുക്കും. സ്പേസ് ലൈഫിൽ നമ്മൾ ഒരു സ്പേസ് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസ് ഞാൻ കൊടുക്കും അവർക്ക് എന്നെ ഒരു കംഫർട്ടബിലിറ്റി. കാരണം ഇവർ പറഞ്ഞ മാതിരി ഒരു വലിയ വേൾഡ് സ്റ്റാർസാണ് അവർ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഒരു നോർമൽ ഹ്യൂമൻ ആണ്. അപ്പോൾ ആളുകളെല്ലാവരും അവരെ സ്റ്റാറായിട്ടാണ് കാണുന്നത്. ഒരു സ്റ്റാർ, ഒരു സെലിബ്രിറ്റി, ഒരു സ്റ്റാർഡം, ഇതിൻ്റെയൊക്കെ പിന്നിലൊരു മനുഷ്യനുണ്ട്. ആ സ്റ്റാർഡത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ ആ മനുഷ്യൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാനുള്ള ആളുകളെ നോക്കി നടക്കും. ശരിക്കും നോർമലി ഞാനതായിട്ടാണ് അവരെന്നെ കാണുന്നത്. ഒരു ഒപ്റ്റിമിസ്റ്റിക് പേഴ്സൺ അവരെന്നെ വിളിക്കുന്നതാണ് ഹാപ്പി പേഴ്സൺ. സോ അവരുടെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഫ്രണ്ടായിട്ട് സംസാരിക്കും. അത് നമ്മളൊരു നല്ലൊരു ലിസണറായിട്ട് കേൾക്കണം ആദ്യം തന്നെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു രീതി തുടക്കത്തിലുള്ളത്. പിന്നെയാണ് എൻ്റെ വർക്ക് തുടങ്ങണേ. അപ്പോൾ ഇതിലൊരു സ്റ്റാർഡം വന്നില്ല എൻ്റെ വർക്കിൽ. കാരണം ഞങ്ങൾ വർക്ക് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവരും വർക്ക് ചെയ്യണം, ഞാനും വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു സെയിം ഗോളിന് വേണ്ടിയാണ്, വിന്നിങ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്രോബ്ലം നമുക്ക് വന്നില്ല. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ വർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. ഈ ഏതൊരു ഘട്ടത്തിലാണ് ഒരു പ്ലെയർ ആ തരത്തിൽ ഈ മനസ്സിനെ ഒന്ന് കരുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വീര്യം വീണ്ടെടുക്കാനോ ഒക്കെ ഏതൊരു സന്ദർഭത്തിലാണ് വരുന്നത് ഒരു പ്ലെയർ? എൻ്റെ അടുത്ത് എല്ലാ പ്ലെയറും വരുന്നത് പല റീസണും കൊണ്ടാണ്. ചിലവർ റെഗുലറായിട്ട് വരും. ഞാൻ എപ്പോഴും പറയും വീക്ക്ലി വൺസ് എൻ്റെ അടുത്ത് വന്ന് കണ്ടാൽ മതി എന്ന് പറയും. അതിനുള്ള ടൈം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ പ്ലെയറിനെയും കൂടുതൽ പ്ലെയേഴ്സിനെ കാണുമ്പോൾ നമുക്കധികം സമയം കിട്ടില്ല. പിന്നെ അവരെ കൂടുതൽ റിലാക്സ് ആക്കാനും പറ്റില്ല നമുക്ക്. അവരെപ്പോഴും റെഡി ആയിരിക്കണം. അപ്പോൾ മിക്കവാറും ചിലവർ വരുന്നത് ഇഞ്ചുറി പറ്റിയിട്ട് റിക്കവറി വരുമ്പോൾ അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് ഭയങ്കര ഒരു സ്റ്റേറ്റാണത്. നമ്മളത് അവരെ റിലാക്സ് ആക്കി നമ്മൾ ഫോക്കസിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് വരും നോർമലി. കാരണം കോമ്പറ്റീഷൻ, ഇപ്പോൾ ഒരാൾക്ക് ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ കളിക്കുന്ന രണ്ടാമത്തെ പ്ലെയർ റെഡിയാണ്. അതും സെയിം ക്വാളിറ്റിയിലുള്ള പ്ലെയറാണ്. ചാൻസിന് മാത്രമാണ് വെയിറ്റ് ചെയ്യണേ. ചാൻസിൽ അപ്പോൾ ആ പ്ലെയറിൻ്റെ ടൈം നല്ലതാണെന്നുണ്ടെങ്കിൽ പെർഫോം ചെയ്ത് മറ്റേ ഇഞ്ചുറി പറ്റിയ പ്ലെയറിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത് മാനേജറിന് അത് ഇഷ്ടപ്പെട്ടുക അല്ലെങ്കിൽ പെർഫോമൻസ് ബെറ്ററായ ആ ഇഞ്ചുറി പറ്റിയ പ്ലെയർക്ക് തിരിച്ചു വരാനായിട്ട് ടൈം ആവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു മെൻ്റൽ ഒരു ഫൈറ്റാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു റിലാക്സേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ റിക്കവറിയും അവരുടെ റെസ്പോൺസും നന്നായിരിക്കും. ചെൽസിയെ പോലുള്ളൊരു ടീം മൊത്തത്തിൽ അനുഭവിക്കുന്നത് വലിയ സമ്മർദ്ദമാണ്. ടീം ഒന്നാകെ, അത് മൗറിഞ്ഞോ ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ കളിക്കാരായിരുന്നാലും ഒക്കെ തന്നെ ഇത്തരൊരു വലിയ സമ്മർദ്ദം വരുമ്പോൾ അത് എങ്ങനെയാണ് താങ്കൾ അതിനെ ടാക്കിൾ ചെയ്യാൻ അവർ സഹായിക്കുന്നത്? ഏത് തരത്തിലാണ്? ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് സ്പ്രെഡ് ചെയ്യണ ഒരു വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്മൈൽ ഫേസ്, എല്ലാവരും പറയും ഞാൻ നന്നായിട്ട് സ്മൈൽ ചെയ്യുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് അവിടെ എല്ലാവരും എടുക്കണത്. അപ്പോൾ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ
നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ലോകത്തിനോടുള്ളൊരു റെസ്പോൺസിബിലിറ്റി, ഗെയിമിനോടുള്ള റെസ്പോൺസിബിലിറ്റി, എല്ലാവരോടുള്ള റെസ്പോൺസിബിലിറ്റി ഡെലിവറി ചെയ്യാൻ അവർ പ്രിപ്പയർഡാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നെ പോലത്തെ നിറയെ ആളുകളുണ്ട് അവിടെ. ഫിസിയോസ് ഉണ്ട്, മാഷ്യോസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു കളക്റ്റീവ് അപ്രോച്ചാണ്. നമ്മൾ പ്ലെയേഴ്സിനെ, മാനേജറെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പിൽ പോണേ. അവരെല്ലാവരും പ്രൊഫഷണൽസാണ്. ഒരു ഗെയിം തോറ്റു എന്നോ ജയിച്ചു എന്നോ വെച്ചിട്ട് നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് മുകളിലേക്കോ താഴേക്കോ പോകണില്ല. ട്രോഫി വിന്നിങ്, ലാസ്റ്റ് ട്രോഫി ഈസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്. പക്ഷേ ഒരു ഗെയിം ദറ്റ് ജസ്റ്റ് എ ഗെയിം. അത് കഴിഞ്ഞ് നമ്മൾ മൂവ് ചെയ്യണം. അപ്പോൾ ഇന്നലെ നടന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണില്ല, നാളെ എന്ത് നടക്കുന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പം ഒപ്റ്റിമിസം എന്ന് പറയുന്നത് നമ്മൾ നാളേക്കുള്ള ഒരു വെളിച്ചത്തിന് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആ വെളിച്ചത്തെ പിടിച്ചാണ് നമ്മൾ മുമ്പിലേക്ക് പോണേ. നമ്മളൊരു മലയാളികളുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ശുഭാപ്തി വിശ്വാസം, അത് നോർമലി ഞാൻ കൂടുതലും എൻ്റെ ഓരോ സെഷനിലും ഞാൻ ഇവരോട് പറഞ്ഞ് ഇത് ചെയ്യാറുണ്ട്. ഇപ്പം ഇപ്പോഴും തന്നെ പ്രീമിയർ ലീഗ് ആരംഭിച്ചിരിക്കുന്നു. 2 മത്സരം കഴിഞ്ഞു ചെൽസിക്ക്. ഈ 2 മത്സരത്തിലും മെച്ചപ്പെട്ട റിസൾട്ടായിരുന്നില്ല. ഒരു കളിയിൽ തോറ്റു, ഒരു കളി ഡ്രോ ആയി. തീർച്ചയായിട്ടും 3ാമത്തെ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ടും 5 പോയിൻറ്റിന് പിന്നിലാണ്. അവിടുത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി കമ്പയർ ചെയ്യുമ്പോഴും, സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും, ലിവർപൂളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഒക്കെ സ്വാഭാവികമായിട്ടും ചെൽസി കഴിഞ്ഞ വർഷത്തെ ലീഗ് ചാമ്പ്യന്മാരും കൂടിയാണ്. ഒരു പ്രഷർ അവർക്കുണ്ടാകില്ലേ അടുത്ത കളിയെ നേരിടുമ്പോൾ? ഓരോ കളിയെ നേരിടുമ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം ഒരു ഗെയിം ഇപ്പോൾ നമ്മൾ 35 to 36 ഗെയിം ഒരു സീസണിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ഏത് മാച്ച് ലൂസായാലും അത് പ്രഷറാണ്. പക്ഷേ ഇപ്പം 2 മാച്ച് ഇതായെന്ന് വെച്ച് 3ാമത്തെ മാച്ച് സീരിയസ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ ലാഘവമായിട്ട് എടുക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാ മാച്ചും ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എടുക്കണേ. കാരണം ഇത് ഒരു ലാഡറാണ്, ഒരു കോണിയാണ്, കയറി പോവാണ്. അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരും മുകളിൽ ഏറ്റവും മുകളിൽ, ആ പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ ആരെത്തുന്നു, പക്ഷെ താഴ്ത്തുന്നതിനെ തുടങ്ങണം. അപ്പോൾ ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം പോയി, ഒരു ഗെയിം ഡ്രോ ആയി, ഇതൊരു സ്ട്രെസ് ആസ്പെക്റ്റ് അല്ല, ഇതൊരു മോട്ടിവേഷണൽ ആസ്പെക്റ്റ് ആണ്. നമുക്ക് റെഡി ടു ഗോ എന്ന് വെച്ചാൽ ഒരടി കിട്ടുമ്പോൾ നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഇതാവണം. ഇപ്പോൾ ചെൽസിയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ചെൽസിയുടെ എപ്പോഴും സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു ഇങ്ങനത്തെ തന്നെ ഒരു തുടക്കമാണ് തുടങ്ങാറ്. പക്ഷേ കുറേ മറ്റുള്ള ഗെയിമുകളൊക്കെ തുടങ്ങും, ചാമ്പ്യൻസ് ലീഗ്, FA കപ്പ്, അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോൾ പ്രഷറുകൾ കൂടാണ്, ഇഞ്ചുറീസ് കൂടാണ്. അപ്പോൾ നമ്മളെങ്ങനെ അവരെ മാനേജ് ചെയ്യണം, അവരുടെ മെൻ്റൽ പവർ ആ സമയത്താണ് കളക്ട് ആവണം. ഇപ്പോൾ വീക്കിലി വൺസ് ഒരു ഗെയിം കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി വൺസ് മാത്രം കളിക്കുമ്പോൾ പ്രഷർ കുറവാണ്. എന്ന് വെച്ചാൽ 6 ദിവസം ഉണ്ട് റിക്കവറിക്ക്. അതൊരു വലിയൊരു ആസ്പെക്റ്റ് അല്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 3 ദിവസവും അല്ലെങ്കിൽ 2 ദിവസവും റിക്കവറിക്ക്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ മറ്റുള്ള ക്ലബ്ബുകളിലുള്ള എങ്ങനെ അവർ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇഞ്ചുറി ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ബാക്ക് ടു ബാക്ക് മാച്ചസിൽ എങ്ങനെ ഷഫിൾ ചെയ്യണം പ്ലെയേഴ്സ് ആ പ്രഷർ എങ്ങനെ എടുക്കണം. ഇതിലാണ് ചെൽസിയുടെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. അവിടുത്തെ സ്റ്റാഫിങ്, അവിടുത്തെ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇൻസൈഡ്. ഞങ്ങളൊരു ഫാമിലി മാതിരിയാണ്. നമ്മൾ അവിടെ ഒരു പ്ലെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ എന്നാലും ആ പ്ലെയേഴ്സ് നമ്മളെയും അവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്, നമ്മൾ അവരെയും കാണുന്നത്. അപ്പോൾ നമ്മളവരെ ശരിക്കും കൊണ്ടേ നടക്കണം, മോൾഡ് ചെയ്യണം എല്ലാത്തിനും. അപ്പോൾ അതാണ് ഇഞ്ചുറി. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിലും ഏത് ഇയർ നോക്കുകയാണെങ്കിലും ചെൽസിയിലൊരു ഇഞ്ചുറി ഹിസ്റ്ററി ഭയങ്കര കുറവായിരിക്കും മറ്റുള്ള ക്ലബ്ബുകളെക്കാളും. കാരണം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് അത്. നമ്മളെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യണം അവിടെ. കാരണം പ്ലെയേഴ്സിനെ മാത്രം നോക്കിയിട്ടല്ല നമ്മൾ, പ്ലെയേഴ്സ് നന്നാവണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് നന്നാവണം, സ്റ്റാഫ് നന്നാവണമെങ്കിൽ റെസ്റ്റ് ഓഫ് ദി തിങ്സ്, ഫെസിലിറ്റി ഷുഡ് ബി ഗുഡ്. അപ്പോൾ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ എപ്പോഴും ചെൽസിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഈ പീറ്റർ ചെക്ക് എന്ന ഗോൾ കീപ്പർ ഇപ്പോൾ അർസണലിലേക്ക് പോയി. പീറ്റർ ചെക്ക് തീർച്ചയായിട്ടും ചെൽസിയുടെ ഒരു അസറ്റായിരുന്നില്ലേ ഒരു കാലത്തും? എന്തായിരുന്നു ഏറ്റവും അവസാനത്തെ പ്രോബ്ലം ക്ലബ്ബ് വിടാനുള്ള? ക്ലബ്ബ് പീറ്റർ ചെക്ക് എന്ന് പറയുന്ന ഒരു പ്ലെയർ
ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടിയായിരുന്നു. പക്ഷേ 10 വർഷം പ്ലെയേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 10 വർഷത്തെ കരിയറിലുള്ള ഒരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് കഴിഞ്ഞൊരു അവരിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിപ്പ് വന്നത് ഫാസ്റ്റ് ഡിപ്പായിരിക്കും. പക്ഷേ പീറ്റർ ചെക്ക് എന്ന് പറയുന്നത് ചെൽസിയുടെ ഹിസ്റ്ററിയിലെ ഒരു ഭാഗമാണ്. പക്ഷേ അവിടെ ടീബോ കോത്തുവ പുതിയ പ്ലെയർ വന്നപ്പോൾ അതെല്ലാവർക്കും കാണാം. ടീബോ കോത്തുവ പീറ്ററിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഡൈനാമിക്കാണ് പീറ്റർ ചെക്ക്. അതും ഏജ് 21 ആയിട്ടുള്ളൂ. ഒരു പ്ലെയറിൻ്റെ ഒരു ഫുട്ബോൾ ഗോൾ കീപ്പറിൻ്റെ സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 35, 36, 37, 40 വരെ കളിക്കണവരൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന 40 വരെ കളിക്കണ പ്രീമിയർ ലീഗിൽ തന്നെ കളിക്കണ വേറെ ലെവലിൽ കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ 21 വയസ്സുകാരൻ ഇത്രയും പെർഫോം ചെയ്യുമ്പോൾ പക്ഷേ പീറ്റർ ചെക്കിൻ്റെ പെർഫോമൻസ് ഇത്രയും നന്നായിട്ടിരിക്കുമ്പോൾ ഒരാൾ ബെഞ്ചിലിരിക്കാൻ ആഗ്രഹിക്കില്ല. എല്ലാവർക്കും പീറ്റർ ചെക്കിനോട്, ബോസ് ആണെങ്കിലും ജോസെ ആണെങ്കിലും എല്ലാവർക്കും പീറ്റർ ചെക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. പീറ്റർ ചെക്കിനും അത് തന്നെയാണ്. പക്ഷേ സാഹചര്യങ്ങൾ എത്ര നല്ല പെർഫോമർ ആണെങ്കിലും ചിലപ്പോൾ സാഹചര്യങ്ങളും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആ വേദി വിടേണ്ട വരും. ഇത് ജസ്റ്റ് സാഹചര്യം. കാരണം ഈ പ്രായത്തിൽ ബെഞ്ചിലിരുന്നാൽ അത് പീറ്റർ ചെക്കിന് നന്നായിരിക്കില്ല. കാരണം പെർഫോമൻസ് കുറയും. പക്ഷേ ചെൽസിയിൽ ഇരുന്നിരുന്നെങ്കിൽ ചെൽസിക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്ര ലെജൻഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ പീറ്റർ ചെക്കിന് ഇരിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പീറ്റർ ചെക്കിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രസിഡൻ്റിൻ്റെ വാക്ക് കേട്ട് പീറ്റർ ചെക്കിനെ ഹാപ്പി ആയിട്ട് ക്ലബിൽ നിന്ന് പീറ്റർ ചെക്കിൻ്റെ എവിടെ പോകണമെന്നുണ്ടെങ്കിലും പീറ്റർ ചെക്കിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പൺ ഇത് സീനിയർ മാനേജ്മെൻറ്റും ജോസയും എല്ലാവരും മുമ്പിൽ വെച്ച് കൊടുത്തു. അപ്പോൾ പീറ്റർ ചെക്ക് മാത്രമാണ് ചൂസ് ചെയ്തത്, വേറെ ആരും ഇതിലില്ല. പീറ്റർ ചെക്കിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട്, ഇതാണ് വേറൊരു അഡ്വാൻറ്റേജ് ചെൽസിയുടെ. സ്റ്റാഫിനെ അവർ വളരെ നന്നായിട്ട്, പ്ലെയേഴ്സും ഒരു സ്റ്റാഫ് തന്നെയാണ്. പ്ലെയേഴ്സും പേയ്മെൻറ്റ് കിട്ടുന്നത് എല്ലാവരെയും നന്നായിട്ട് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്യണം, നമ്മുടെ ക്വാളിറ്റി ഡെലിവറി ചെയ്യണം. അതെവിടെ പോയാലും നമ്മൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല എവിടെ. പക്ഷേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവർ നമ്മളെപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ കുറേ കാലം ഇപ്പോൾ സെർവ് ചെയ്തു കമ്പനിക്ക് വേണ്ടി. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമ്പനി സപ്പോർട്ട് ചെയ്തിരിക്കും നമ്മളെ. എൻ്റെ അനുഭവത്തിലും അത് തന്നെയാണ്, ഇപ്പോൾ പീറ്റർ ചെക്കിൻ്റെ അനുഭവത്തിലും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്ലെയറെ ഒരിക്കലും ആഴ്സണലിലേക്ക് വിടില്ലല്ലോ. ചെൽസിയുടെ അതേ പൊസിഷനിൽ അതേ കോമ്പറ്റീഷനിൽ നിൽക്കണം, ഫസ്റ്റ് 4 നോർമലി വന്ന ഒരാൾ. ആഴ്സണലിൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ് ഗോൾ കീപ്പിംഗ്. അത് പീറ്റർ ചെക്ക് പോയി കഴിഞ്ഞാൽ, പക്ഷേ അത് ഹ്യൂമൻ വാല്യൂ. ആ പ്ലെയർ 10 വർഷം ചെൽസിക്ക് കൊടുത്ത വാല്യൂബിൾ ടൈം, അതിനെ വാല്യൂ ചെയ്തിട്ട് റിയലി അപ്രീഷിയേറ്റഡ്. ഇറ്റ്സ് എ ഹ്യൂമൻ വാല്യൂ. അത് പ്ലെയറിന് എത്ര റെസ്പെക്റ്റ് കൊടുത്തു എന്നുള്ളതാണ് കമ്പനി. മോറിഞ്ഞോ വലിയ മുൻകോപിയാണ്, എന്തും തുറന്നടിച്ച് പറയുന്ന ആളാണ്, ആരെയും വകവയ്ക്കുന്ന ആളല്ല. ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു ഏകാധിപതിയെ പോലെ പുറത്തെ ആൾക്കാർ കാണാൻ സാധ്യതയുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. എങ്ങനെയാണ് ഈ ഏറ്റവും അവസാന സമയത്ത് ഡോക്ടർ തന്നെ ടീം വിട്ടുപോയി. ഒരു ഇഞ്ചുറി പറ്റിയ ഒരു പ്ലെയറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയമാണ് ഡോക്ടർ ടീമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായത്. ഈ തരത്തിലുള്ളൊരു വ്യക്തിത്വത്തെ എങ്ങനെയാണ് ചെൽസിയുടെ സ്റ്റാഫുകൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 17 വർഷമായിട്ടുണ്ടാവും ഈ ഫീൽഡിൽ. ഞാൻ വേൾഡിലെ കുറേ ലീഡേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറേ പ്രസിഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വേൾഡ് ലീഡേഴ്സിനെ ഞാൻ കുറേ ഡീൽ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ജോസെ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഐ ലൈക്ക് ഹിം. എന്നുവെച്ചാൽ ഒരു നല്ലൊരു ഫ്രീക്വൻസി ഉള്ളൊരു ആത്മീയമാണ്. പുറത്ത് എന്തെങ്കിലും ആണെങ്കിലും അത് ആ പാഷനാണ്. ഇമോഷൻ എന്ന് പറയുന്ന ഇത് അങ്ങേരിൽ കാണണം. ഫുട്ബോൾ എന്ന് പറയുന്ന പ്ലെയേഴ്സ് അങ്ങേരുടെ പിള്ളേരാണ്. ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ അങ്ങേര് സമ്മതിക്കില്ല. ഇപ്പം നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മളെ മക്കളെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇതത്രേ ഉള്ളൂ. ഇങ്ങേര് അത്രയും നല്ലൊരു മനുഷ്യനാണ് അങ്ങേര്. പക്ഷേ പാഷൻ, ആ ഇമോഷണലി അങ്ങേരുടെ പാഷൻ, പിന്നെ അതിൻ്റെ മുമ്പിലൊന്നുമില്ല. അത് അങ്ങേരുടെ ക്ലബ്ബ്, അങ്ങേരുടെ പ്ലെയേഴ്സ്, അങ്ങേരുടെ ഇത്.
പിന്നെ ഈസ് എ ഫാന്റാസ്റ്റിക് ടാക്ടീഷ്യൻ. ഈ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ചെൽസിയുടെ പരിശീലന രീതികൾ? ക്വാളിറ്റി. ഇപ്പം നമ്മളൊരു ടേബിളിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിളിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഏത് 10 ടൈപ്പ് ഭക്ഷണം വെച്ചാലും അതിൽ ക്വാളിറ്റി അനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടല്ലോ. അത് തന്നെ ഇവിടെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാഫിംഗ് ഉണ്ട്, ക്വാളിറ്റി ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. നമ്മളപ്പോൾ അത് പിന്നെ ഒരു സിനർജി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു വലിയ ആളാണ്, ഞാൻ കളിച്ച ഇത് ജയിക്കും എന്നുള്ളൊരു അഹങ്കാരമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലെയർ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെന്നീസ് പോലത്തെ ഇതിനാണെങ്കിൽ നടക്കും, ഒരു ഫുട്ബോളിൽ നടക്കില്ല ഇല്ലേ? ഫുട്ബോളിൽ ഒരു സിനർജി വേണം, എല്ലാവരും ഈക്വലാണ് അവിടെ. ഇപ്പോൾ സ്ട്രൈക്കറെ വലിയ എക്സ്പോസ് ചെയ്യും, സ്ട്രൈക്കർ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കർ വരെയും ഹെൽപ്പ് ചെയ്യണതുകൊണ്ടാണ് സ്ട്രൈക്കർ ഗോൾ അടിക്കണേ. അപ്പോൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തലയില്ല, ഒരു തലയേ ഉള്ളൂ, അത് ജോസയാണ്. എന്നുവെച്ചാൽ അങ്ങേര് ഒരു ഗോഡ് ഫാദറാണ്, എല്ലാവരെയും നോക്കി നടത്തും, അങ്ങേര് പറയണ കേൾക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോ വരും. 10 ബോസ് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഹാൻഡ്സ് ഓൺ ആണ് എല്ലാത്തിലും. അപ്പോൾ അങ്ങേരുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻവോൾവ്മെൻറ്റും എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമാണെങ്കിലും ഫിസിയോ റൂമാണെങ്കിലും ഏത് റൂമാണെങ്കിലും അങ്ങേര് വരും അവിടെ, അങ്ങേര് വന്നിരിക്കും അവിടെ, എല്ലാവരുടെ അടുത്തും സംസാരിക്കും, തമാശ പറയും. പക്ഷെ മീഡിയയിലേക്ക് വരുമ്പോഴും പുറത്ത് വരുമ്പോഴും അങ്ങേരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളിക്കളത്തിൽ കാണുന്ന ആളല്ല യഥാർത്ഥ മോറിഞ്ഞോ. ഇല്ല, വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, വെരി ഇമോഷണൽ. ഇപ്പോൾ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആര് നിൽക്കുകയാണെങ്കിലും, ഇപ്പോൾ ഒരു ക്ലീനർ നിൽക്കുകയാണെങ്കിലും ആര് നിൽക്കുകയാണെങ്കിലും പറയും ഹലോ അവയ്യു. ഒരു നിമിഷം അങ്ങേർക്ക് അങ്ങേര് ആ ടൈം സ്പെൻഡ് ചെയ്യും, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള ക്വാളിറ്റി ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. ഭാവിയിൽ ചെൽസി ഇന്ത്യയിൽ കളിക്കുമെന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും കളിക്കും, പ്രതീക്ഷയല്ല. കാരണം നമ്മുടെ ആളുകൾ അതിനുള്ള സപ്പോർട്ട് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ സൊസൈറ്റിയോ അതിനുള്ള സപ്പോർട്ട് വെച്ച് നമുക്കൊരു ഷോ വെക്കണം എന്നുണ്ടെങ്കിൽ, ഒരു മാച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ISL ഉണ്ട്. ISL ഇപ്പോൾ തായ്ലൻഡിൽ പോയപ്പോൾ എന്താ തായ്ലൻഡിൽ മാച്ച് നടന്നത് ശരിക്കും തായ്ലൻഡ് FC എന്ന് പറഞ്ഞിട്ട് കളിച്ചെങ്കിലും തായ്ലൻഡിലെ ക്ലബ്ബുകളിലെ നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവർ കളിപ്പിച്ചത്. അതാണ് ആ സപ്പോർട്ട്. അതിപ്പോൾ ഞാൻ ചെന്നൈ ഇതാണ്, ഞാൻ കേരളത്തിൻ്റെ ഇതാണ്, ഞാൻ കാൽക്കട്ടയുടെ അതല്ല. ഒരു വലിയ ടീം വന്നു, നമ്മുടെ ക്വാളിറ്റി കാണിക്കുന്നു, നമ്മുടെ ആളുകളെ വെച്ച്. നമ്മൾ ഇറക്കുമതി ചെയ്ത ഫോറിനേഴ്സിനെ വെച്ചിട്ടല്ല കളിപ്പിക്കണം, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആളുകളെ വെച്ച് നമ്മളെ കളിപ്പിച്ച് അവരെ കാണിക്കുകയാണ് നമ്മൾക്കും ക്വാളിറ്റി ഉണ്ടെന്നുള്ള. അപ്പം നമ്മുടെ ആത്മവിശ്വാസം കൂടാണ്. ഞാൻ കളി കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ആ പിള്ളേരൊക്കെ കളിക്കാൻ കാണണം, ഫുൾ എനർജിയിലായിരുന്നു. എന്നുവെച്ചാൽ ഈവൻ ചെൽസിയിലെ പ്ലേയേഴ്സ് പറയായിരുന്നു, കണ്ടില്ലേ അവർ ആ പിള്ളേരാണെങ്കിലും അവരുടെ ആ കളി, അവരുടെ ആ മോട്ടിവേഷൻ, അവർക്ക് അത്രയും കൂടി നമ്മളത്രയും കൂടി ഫെസിലിറ്റി ഇല്ല അവിടെ, സ്കില്ലില്ല. പക്ഷെ അവരുടെ കളി കാണണമായിരുന്നു, ഡെഡിക്കേഷൻ. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിക്കണം. ഇറ്റ് വാസ് നന്നായിരുന്നു. അതൊരു അനുഭവമായിരുന്നു. അത് ഞാനപ്പോൾ തന്നെ പറയുകയും ചെയ്തു അവിടെ ജോസഫ്, നമുക്കൊന്ന് ഇന്ത്യയിൽ പോകണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിനേക്കാളും ഫെസിലിറ്റി കൂടുതൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് TV ന്യൂവിനോട് ഇത്രയും സമയം പങ്കിട്ടതിന് എല്ലാവിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു.